താങ്ക് ഗോഡ്, സ്തോത്രം. അറിയല്ലോ, രതീഷാണ് ഒരു ഭക്തന്റെ ജീവിതത്തെ തകർക്കുവാനും അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴെയിട്ട് ചവിട്ടി മെതിക്കുവാനും മനുഷ്യരും പിശാചും എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ ശത്രുക്കളും ചുറ്റുമുള്ളവരും മാത്രമല്ല, ഒപ്പമുള്ളവർ, അതേ ബന്ധുക്കൾ പോലും കണ്ടേക്കാം, അല്ല കാണും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശത്രുവായി ആദ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹെരോദാവിനെ അല്ല, തൻ്റെ പിതാവിനെ തന്നെയാണ്. താൻ കർത്താവായ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ രൂപമോ ഭാവമോ എങ്ങനെ ഇരിക്കുമെന്ന് കാണുന്നതിന് മുമ്പ് തന്നെ അവനെ ഉപേക്ഷിക്കുവാൻ, ഗൂഢമായി ഉപേക്ഷിച്ചു കളയുവാൻ യോസേഫ് എന്ന മറിയയുടെ ഭർത്താവ് ആലോചിച്ചു. തുടർന്ന് സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ് ശത്രുക്കളായി മാറി. ശിഷ്യന്മാർ, സ്വന്തം ശിഷ്യന്മാർ തള്ളിക്കളഞ്ഞ് ശത്രുക്കളുടെ പക്ഷത്ത് ചേർന്നു. പുരോഹിതന്മാർ ശത്രുക്കളായി, അധികാരികൾ ശത്രുക്കളായി. എന്തിന്? ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും 4-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, പിശാച് പോലും കർത്താവായ യേശു ക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ നേരിട്ട് വരികയാണ്. അതേ, ലോകം പെടാപ്പാട് പെട്ടുകൊണ്ടേയിരിക്കുന്നു ഭക്തനെ തകർത്ത് കളയുവാൻ, അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴെയിടുവാൻ. എന്നാൽ വചനം പറയുന്നു, ലോകം തകർത്ത് കളയുവാൻ ഒപ്പമുള്ളവരും പിശാചും ഒരുപോലെ പെടാപ്പാട് പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തി. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വെറുതെ ഉയർത്തി എന്നല്ല, വചനം പറയുന്നു, ഏറ്റവും ഉയർത്തി വലിച്ച് താഴെയിടുവാൻ തക്കവണ്ണം ഒരു ശത്രുവിനെ കൈയെത്താത്ത ഉയരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഉയർത്തി. ഒരു ശത്രുവിനെ കണ്ട് പദ്ധതി ഒരുക്കുവാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ തന്നെ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളെ വലിച്ചിടുവാനും നിങ്ങളെ തകർത്ത് കളയുവാനും നിങ്ങളെ ഏറി മെതിച്ച് മുൻപോട്ട് പോകുവാനും നോക്കിയിരിക്കുന്ന അതേ ശത്രുവിന്റെ കൈ എത്താത്ത ദൂരത്ത്, എത്താത്ത ഉയരത്തിൽ നിങ്ങളെ ഉയർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നലകളിൽ ശത്രുവിനാൽ പിടിക്കപ്പെട്ട് നിങ്ങൾ വീണുപോയോ? ആ വീഴ്ചയുടെ ഭാരം ചുമന്ന് നിരാശയോടെ വേദനയോടെ നിങ്ങളായിരിക്കുന്നുവോ? കേൾക്ക്, വീണുപോയ സ്ഥാനത്ത് നിന്ന് നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം, ഏറ്റവും ഉയർത്തുന്ന ഒരു ദൈവം. എവിടെ നിങ്ങൾ വീണുപോയോ അവിടെ നിങ്ങളെ ഏറ്റവും ഉയർത്തുന്ന ദൈവം. നിങ്ങളുടെ വീഴ്ച അത് സത്യമാണെങ്കിൽ അതിലും വലിയ സത്യം, ദൈവം നിങ്ങളെ ഉയർത്തും, ഏറ്റവും ഉയർത്തും. അപ്പോൾ ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത് ഭക്തനെ ഉയർത്തുന്ന ദൈവിക പദ്ധതികൾ. അപ്പോൾ 3 നിലകളിലുള്ള ഉയർപ്പ്, ഭക്തന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന 3 നിലകളിലുള്ള ഉയർപ്പാണ് ഇന്ന് അല്പമായി നാം ധ്യാനിച്ച് മുൻപോട്ട് പോകുവാനായി പോകുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. എനിക്കറിയാം, ചവിട്ടുകൊണ്ട് കിടക്കുക, ശത്രു വലിച്ചിട്ടിടത്ത് ശത്രുവിൻ്റെ ചവിട്ടുകൊണ്ട് കിടക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. അതെ, ഒരു ശത്രുവിനും പിടിച്ചിടുവാൻ കഴിയാത്ത ഉയരത്തിൽ, വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ഒരു ശത്രുവിനും പിടിച്ചിടുവാൻ കഴിയാത്ത ഉയരത്തിൽ നിങ്ങളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. 1, ഭക്തനെ അഥവാ എന്നെ കേൾക്കുന്ന നിങ്ങളെ തന്നെ മനുഷ്യരായി പോലും കാണാത്തവരെക്കാൾ ദൈവം നിങ്ങളെ ഉയർത്തും. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. അങ്ങനെ മറക്കുവാൻ മാത്രം പ്രാധാന്യമില്ലാത്ത ഒരു വ്യക്തിയാണോ യോസേഫ്? ആർക്ക്? ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് അല്ല എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. 40-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വ്യക്തമായി നാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ എന്നെ കേൾക്കുന്ന ഒത്തിരി പേർക്ക് ആ സംഭവം വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയും, അങ്ങനെ ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. കാരണം വളരെ ഭയന്ന, മരണം മുൻപിൽ കണ്ട ഒരവസ്ഥ ഈ പറയുന്ന പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്കുണ്ടായിരുന്നു. യോസേഫ് കാരാഗ്രഹത്തിലായിരിക്കുന്ന സമയത്ത് 2 പേർ കൂടെ ആ കാരാഗ്രഹത്തിലേക്ക് കടന്നു വരുന്നു. ഈ പറഞ്ഞ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയും അവർ ഒരു കുറ്റം ചെയ്തിരുന്നു എന്ന് 40-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കുറ്റത്തിന് ശിക്ഷയുണ്ട്. ഇന്നത്തെ പോലെയല്ല, അന്നത്തെ ശിക്ഷ തല പോകും, ഇന്നത്തെ പോലെ വളർത്തത്തില്ല. അപ്പോൾ തല പോകുന്ന ശിക്ഷ, മരണം മുൻപിൽ കണ്ടായിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ ആയിരിക്കുമ്പോൾ യോസേഫ് ഈ മനുഷ്യന്റെ അടുക്കൽ കടന്നു ചെന്ന് ഈ മനുഷ്യനോട് പറയുന്നു, 3 ദിവസം കഴിഞ്ഞ് നിന്നെ രാജാവ് നീ നേരത്തെ ആയിരുന്ന ആ സ്ഥാനത്ത് തന്നെ യഥാസ്ഥാനപ്പെടുത്തും. ആ പഴയ സ്ഥാനത്ത് തന്നെ
നീ ചെന്നെത്തും. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോടും അതേ ദൂത് ഞാൻ ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ. വല്ലാതെ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് പഴയ സ്ഥാനത്തിലേക്ക്, യേശുവിൻ നാമത്തിൽ ആ പഴയ ജോലിയിലേക്ക് ചിലർ പ്രവേശിക്കുവാൻ പോകുക. ചിലർക്ക് പഴയ സ്ഥാനങ്ങൾ തിരികെ കിട്ടുവാൻ പോകുക. കുടുംബജീവിതത്തിലെ ആ പഴയ സ്ഥാനം, ഭർത്താവ് എന്ന സ്ഥാനം, ഭാര്യ എന്ന സ്ഥാനം, മാതാവ് പിതാവ് എന്ന സ്ഥാനം, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ ഈ യോസേഫിന്റെ വാക്ക് അങ്ങനെ തന്നെ ആയിത്തീരുന്നു. അപ്പോൾ യോസേഫ് ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും കൂടെ ഈ മനുഷ്യരോട് പറയുകയാണ്, നീ എന്നെ മറക്കരുത്. രാജാവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ രാജാവിനോട് നീ പറയണം, ഞാൻ ഒരു കുറ്റവും ചെയ്യാതെ ഇവിടെ വന്ന് പെട്ടുപോയതാണ്, എന്നെ ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടതൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പോയത്. പക്ഷേ ഈ മനുഷ്യൻ യോസേഫിനെ മറന്നു കളഞ്ഞു. നാം വായിച്ചല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മറന്നു കളഞ്ഞ്? മറക്കാൻ പറ്റത്തില്ല, എന്നിട്ടും മറന്നു കളഞ്ഞു. ആ പോയിന്റിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ഇവനെ ഒരു കാരണമായിട്ട്, തൻ്റെ വിടുതലിനുള്ള ഒരു കാരണമായിട്ട് ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി കണ്ടില്ല. അവനൊരു കാരാഗ്രഹവാസിയാണല്ലോ, അവൻ്റെ തൊഴിൽ ഇതൊക്കെ തന്നെയാണ് അല്ലേ? അപ്പൻ്റെ ജോലി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് തന്നെയാണ്. ആയുസുള്ളത് വരെ കഷ്ടപ്പെടണം, എഴിച്ചു നടക്കാൻ പറ്റുന്നത് വരെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് തിന്നാൻ തരണം. പല മക്കളും പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് നിന്നെ ഒരു വണ്ടിക്കാളയെ പോലെ കാണുകയാ, ഭാരം വലിക്കുന്ന ഒരു മൃഗത്തെ പോലെ, മനുഷ്യനായി പോലും കാണുന്നില്ല. സങ്കടമായി, എൻ്റെ മക്കൾ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? അതിലെ മാതാവേ, നിന്റെ നല്ല സമയം മുഴുവൻ കളഞ്ഞു, നിന്റെ നല്ല യൗവനം മുഴുവൻ കളഞ്ഞു. ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടിയാ. അവരത് മനസ്സിലാക്കുന്നില്ല. ഒരു മൃഗത്തെ പോലെ കാണുകയാ, വല്ലാതെ ഭാരപ്പെടുകയാ. അല്ലേ സഹോദരി? നല്ല യൗവനം മുഴുവനും നിന്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കളഞ്ഞു. നിന്റെ ഇഷ്ടങ്ങൾ കളഞ്ഞു, നിന്റെ സന്തോഷം കളഞ്ഞു. ഇന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടു, ആ ചുറുചുറുക്കും സൗന്ദര്യവും ഒക്കെ പോയി. ഒരു മനുഷ്യയായി പോലും നിന്നെ കാണുന്നില്ല. വല്ലാതെ കരയുകയാ. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, ഒരു മൃഗത്തെ പോലെ എന്നെ കാണുന്നു. ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ആവശ്യത്തിന് കൊടുക്കുവാൻ മാത്രമുള്ളൊരു ബാങ്കായി എന്നെ കാണുന്നു. മനുഷ്യനായി പോലും എന്നെ കാണുന്നില്ല. എൻ്റെ അവസ്ഥ അറിഞ്ഞ് എനിക്കൊപ്പം നിൽക്കുന്നില്ല. സഹോദര, നീ വല്ലാതെ ഭാരപ്പെടുകയാണ്. അത് മനുഷ്യരായി കാണുന്നില്ല. ആ ജോലി സ്ഥലത്ത് ഒരു മൃഗത്തെ പോലെ, യജമാനന് വേണ്ടി ജോലി ചെയ്യുവാൻ വിധിക്കപ്പെട്ട ഒരു വണ്ടിക്കാളയെ പോലെ, കഴിയാതെ വരുമ്പോൾ അറവുകാരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന അറവ് മൃഗത്തെ പോലെ ആയിരിക്കുന്നു. മനുഷ്യരായി കാണുന്നില്ല. വല്ലാത്ത ഭാരമാ. താൻ വിടുവിക്കപ്പെടുവാനുള്ള ഒരു കാരണമായി ഈ അപ്പക്കാരൻ യോസേഫിനെ കാണുന്നതേയില്ല, മറന്നുപോകുന്നു. അങ്ങനെ മറന്നുപോയവർ, അതേ, നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ അധ്വാന ഫലവും ഭക്ഷിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം അനുഭവിച്ചവർ, നിങ്ങളെ ഓർക്കാതെ മറന്നു കളഞ്ഞ് ആ വേദനയിൽ നിങ്ങളായിരിക്കുമ്പോൾ കേൾക്ക്, നിങ്ങളെ മറന്നു കളഞ്ഞവരെക്കാൾ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവം, ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയേക്കാൾ യോസേഫിനെ ഉയർത്തിയ ദൈവം. സഹോദര, നിന്നെ മറന്നു കളഞ്ഞവരുടെ മുൻപിൽ, ആ ജോലി സ്ഥലത്ത് നിന്നെ മറന്നു കളഞ്ഞവരുടെ, മനഃപൂർവ്വമായി നിന്നെ മറന്നു കളഞ്ഞവരുടെ മുൻപിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുകയാണ്. നിന്നെ മറന്നു കളഞ്ഞവരെക്കാൾ നീ പലർക്കും വേണ്ടി പലതും ചെയ്തു. നിന്റെ കഷ്ടകാലത്ത് നിനക്കൊപ്പം നിൽക്കുമെന്ന് കരുതി, എന്നാൽ നിൽക്കാതെ നിന്നെ മറന്നു കളഞ്ഞവരെക്കാൾ, ആ ജോലി സ്ഥലത്ത് നിന്നെ മറന്നു കളഞ്ഞവരെക്കാൾ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുകയാണ്. സഹോദരി, ഒരു മനുഷ്യയായി നിന്നെ കാണാത്തവരുടെ മുമ്പിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുകയാണ് യേശുവിൻ നാമത്തിൽ. വെറും ഒരു വേലക്കാരിയായി, സ്തോത്രം, ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എത്തിച്ചു കൊടുക്കുന്ന ഒരു യന്ത്രത്തെ പോലെ, ഒരു മൃഗത്തെ പോലെ നിന്നെ കണ്ടവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുകയാണ് യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര, എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുകയാണ്. സ്തോത്രം. ഒരു ജോലിക്കാരനായി നിന്നെ കണ്ടവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുകയാണ്. നിന്നെ മറന്നു കളഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ മറന്നു കളഞ്ഞ നിന്റെ ഭാര്യയുടെ മുമ്പിൽ, നിന്നെ മറന്നു കളഞ്ഞ നിന്റെ തലമുറകളുടെ മുമ്പിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുകയാണ്. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ മറന്നു കളഞ്ഞവരുടെ മുമ്പിൽ, അവരെ ഒരു മനുഷ്യരായി പോലും കാണാത്തവരുടെ മുമ്പിൽ, അവരെ മനുഷ്യരായി കാണാതെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, സ്തോത്രം, അവരെ മറന്നു കളഞ്ഞവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് അവരെ ഉയർത്തുകയാണ്. അമ്മേൻ. മാതാവേ, നിന്റെ തലമുറകളെ കുറിച്ചാ എൻ്റെ കർത്താവ് അവരെ ഉയർത്തുകയാണ്. ഒരു ശത്രുവിനും വലിച്ചിടുവാൻ കഴിയാത്ത വിധത്തിൽ, ഇന്നലകളിൽ
കയ്യെത്തി അവരെ പിടിച്ചു താഴത്തിട്ടു. അവർക്കൊപ്പം നിന്നവർ തന്നെ അവരെ വലിച്ചു താഴത്തിട്ട് ഏറി മെതിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവരെക്കാൾ ഉയരത്തിൽ, അവർക്ക് കയ്യെത്തി പിടിക്കുവാൻ കഴിയാത്ത ഉയരത്തിൽ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം ഉയർത്തുവാൻ പോകുക. ഓ യേശുവിൻ നാമത്തിൽ ഏറ്റവും ഉയർത്തുവാൻ പോകുക. ചിലരെക്കാൾ ഉയരത്തിൽ, ചിലരുടെ കണ്ണെത്താത്ത ഉയരത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ ഉയർത്തുവാൻ പോകുക. ആ ബിസിനസ്സിനെ ഉയർത്തുവാൻ പോകുക. ചിലർ മനഃപൂർവ്വമായി വലിച്ചു താഴത്തിട്ടു. അതേ നിന്റെ ബിസിനസ്സിനെ തന്നെ അതിനെ വലിച്ച് താഴത്തിട്ട ശത്രുക്കളുടെ മുമ്പിൽ എൻ്റെ കർത്താവ് അതിനെ ഏറ്റവും ഉയർത്തുവാൻ പോകുക. ഒരു ശത്രുവിനും വലിച്ചു താഴത്തിടുവാനും നിന്നെ കടക്കാരനാക്കി തീർക്കുവാനും കഴിയാത്ത വിധത്തിൽ നിന്റെ ബിസിനസ്സിനെ എൻ്റെ ദൈവം ഉയർത്തുക. അതിൽ ലാഭമുണ്ടാക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ബിസിനസ്സിൽ നിന്ന് ലാഭമുണ്ടാകുവാൻ പോകുക. നിന്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം നീ എന്തൊക്കെ പ്രതീക്ഷിച്ചാണോ ആ സ്ഥാപനം തുടങ്ങിയത്, ആ കച്ചവടം തുടങ്ങിയത്, ആ ബിസിനസ് ആരംഭിച്ചത്, അതിൽ നിന്ന് നീ ആഗ്രഹിച്ചത് പുറത്തു വരുവാൻ പോകുക. ഇനി ഒരുവനും അതിനെ വലിച്ചിടുവാൻ, ഏറി മതിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം ഉയർത്തുക. മനുഷ്യനായി ഒരു കാരണമായി, താൻ ഈ തടവറയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള കാരണമായി യോസേഫിനെ കാണാത്ത അപ്പക്കാരനേക്കാൾ ദൈവം യോസേഫിനെ ഉയർത്തി. അയ്യോ, അതല്ലേ ശുശ്രൂഷക? ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരഞ്ഞു, ഇടിവിൽ നിന്നു മധ്യസ്ഥത വഹിച്ചു. ആവശ്യം കഴിഞ്ഞപ്പോൾ കണ്ടു കാണാത്തതുപോലെ മാറിപ്പോകുക. നീ കരയുക. അയ്യോ, മറന്നുപോയ ചിലരെക്കാൾ നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ കണ്ണുനീര് കൊണ്ട്, നിന്റെ ഉപവാസം കൊണ്ട് ജീവിതമുണ്ടായ, തൊഴിലുണ്ടായ, നന്മയുണ്ടായ ചിലരെക്കാൾ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. പിന്നെ ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തൈലക്കൊമ്പുമായി ശമൂവേൽ എന്ന പ്രവാചകൻ ദൈവം തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞ അഭിഷിക്തനായ ദാവീദിനെ അന്വേഷിച്ചു പോവുകയാണ് ഈശായിയുടെ ഭവനത്തിലേക്ക്. ദൈവം തിരഞ്ഞെടുത്ത രാജാവ് എവിടെ? ആവലോടെ ശമൂവേൽ ചോദിക്കുകയാണ്. ഓരോന്നായി ഈശായി മക്കളെ മുൻപിൽ കൊണ്ടു നിർത്തുകയാണ്. ഓരോരുത്തരെ നോക്കി ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു ഇതല്ല, ഇതല്ല, ഇതല്ല. അവസാന 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പിന്നെയും ചോദിക്കുന്നു, ഇനി വേറെ ആരുമില്ലേ? ഇനി ഒരുത്തനുണ്ട്, അവൻ ആടുകളെ മേയിച്ച് കാട്ടിലായിരിക്കുക. ഇവർക്കൊപ്പം നിർത്തുവാനും രാജാവായി അഭിഷേകം ചെയ്യുവാനും അവനത്ര പോരാ. ഇവർ മിലിറ്ററിയിലുള്ളതാ, ഇവർക്ക് യുദ്ധാഭ്യാസമുള്ളതാ, ഇവർക്ക് കാര്യപ്രാപ്തി ഉള്ളതാ. അവനെ കൊണ്ട് പറ്റത്തില്ല. ആമേൻ. ശമൂവേലിലൂടെ ദൈവം പറയുക, എന്നാൽ എനിക്ക് അവനെയാണ് ആവശ്യം. ഓ സ്തോത്രം. കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ചിലരെ കർത്താവ് ഇന്ന് പകലിൽ തേടുകയാ. തേടി അഭിഷേകം ചെയ്യുക യേശുവിൻ നാമത്തിൽ. സഹോദര, നീ അത്ര പോരാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ, നീ കുറവുകളുള്ളവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ അവരെക്കാൾ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. ഓ, കുറവുകളുള്ളവനെന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയവരെക്കാൾ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുക. നിന്റെ സഹോദരങ്ങളെക്കാൾ, നിന്റെ കുടുംബത്തിൽ ആരെക്കാളും എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക. നിനക്ക് വലിയ വിദ്യാഭ്യാസമില്ല, നിനക്ക് വലിയ കഴിവില്ല, നിനക്ക് കാര്യപ്രാപ്തിയില്ല. കുഞ്ഞെ, കേട്ട് നീ മടുത്തായിരിക്കുന്നുവോ? അതേ, നിന്നോട് തന്നെ ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിന്നെ അവൻ ഉയർത്തുവാൻ പോകുക. ആമേൻ. നീ കുറവുകളുള്ളവനെന്ന് പറഞ്ഞു ഒപ്പം നിൽക്കുവാൻ നീ യോഗ്യനല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ കുഞ്ഞെ, എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. ആ വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുവാൻ പോകുക. സഹോദരി, നീ പോരാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. ഓ സ്തോത്രം. ആമേൻ. അവൻ അത്രേ ഉള്ളൂ. ഓ സ്തോത്രം. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞവരെക്കാൾ ദൈവം അവനെ ഉയർത്തി. 2, ചുറ്റുമുള്ള ജ്ഞാനവും വിവേകവും ഉള്ളവരെക്കാൾ ദൈവം ഭക്തനെ ഉയർത്തും. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം തന്നെ 41-ാമത്തെ 39-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. അതിന് 33-ാമത്തെ വാക്യവും കൂടെ ഒന്ന് വായിക്കാം. ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വയ്ക്കണം. അപ്പോ ഫറവോൻ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ്? മിസ്രയീം ദേശത്തിന് ഒരു മേലധികാരി വേണം. അവന് ജ്ഞാനവും വിവേകവും വേണം. ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ ധാരാളം ജ്ഞാനികളുണ്ട്, വിവേകികളുണ്ട്, മന്ത്രവാദികളുണ്ട്. അപ്പോ അവരെക്കാളൊക്കെ ജ്ഞാനമുള്ളവനായി ഫറവോൻ യോസേഫിനെ കാണുകയാണ്. കാരണമായി ഫറവോൻ പറയുന്നത്, ദൈവം
നിനക്കിതൊക്കെയും വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ കൊട്ടാരത്തിലുള്ള ജ്ഞാനികളെയും വിവേകികളെക്കാളും അധികം ജ്ഞാനവും വിവേകവും നിനക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെക്കാൾ നിന്നെ ഉയർത്തുവാൻ പോകുന്നു. അതേ പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ആ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങളെക്കാൾ അറിവുള്ള, നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള, നിങ്ങളെക്കാൾ കാര്യപ്രാപ്തിയുള്ള ഒത്തിരി പേർ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവിടുത്തെ മുൻപോട്ടുള്ള സുഗമമായ പോക്ക് വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം. പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. ലീവ് എടുക്കേണ്ടി വരുന്നു, മാറി നിൽക്കേണ്ടി വരുന്നു. അവർക്ക് അറിവുണ്ട്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ക്വാളിഫിക്കേഷൻ കൂടുതലാണ്. കേൾക്ക്, അവരെക്കാൾ അധികം ജ്ഞാനമുള്ള, അറിവുള്ളവനാക്കി നിന്നെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവിടെ ജ്ഞാനവും അറിവുമുള്ളവരെക്കാൾ ഉയരത്തിൽ നിന്നെ ആക്കുവാൻ കഴിയുന്ന ഒരു ദൈവം, അതെ, ആ ജ്ഞാനമുള്ളവരെക്കാൾ എൻ്റെ ദൈവം ആ ജോലി സ്ഥലത്ത് നിന്നെ ഉയർത്തുക. അറിവുള്ളവരെക്കാൾ, എക്സ്പീരിയൻസ് ഉള്ളവരെക്കാൾ ഉയരത്തിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുക. യേശുവിൻ നാമത്തിൽ അവർക്ക് കൈയെത്തി പിടിച്ചു താഴെ ഇടുവാൻ കഴിയാത്ത ഉയരത്തിൽ തന്നെ ഇന്നലകളിൽ ജ്ഞാനവും അറിവുമുള്ളവർ കടന്നു വന്നു, കൈയെത്തി പിടിച്ചു, നിന്നെ താഴത്തിട്ടു. മാതാവേ, നിന്റെ തലമുറയുടെ ജോലി പോയത് അങ്ങനെയാ. ആമേൻ. അതേ പിതാവേ, സ്തോത്രം. അവന്റെ ജോലി പോയത്, അവളുടെ ജോലി പോയത് അങ്ങനെയാ. ക്വാളിഫിക്കേഷൻ അധികമുള്ള, ജ്ഞാനം അധികമുള്ളവർ കടന്നു വന്നു, അറിവുള്ളവർ കടന്നു വന്നു. ഇവർ പുറത്തായി തീർന്നു. അതേ, അവരെക്കാൾ ജ്ഞാനമുള്ളവരാക്കി. സ്തോത്രം. ആ ജ്ഞാനമുള്ളവരെക്കാൾ എൻ്റെ ദൈവം നിന്റെ തലമുറകളെ ഉയർത്തുവാൻ പോകുക. സഹോദരി, നിന്റെ ഭർത്താവിനെ ജ്ഞാനമുള്ളവരെക്കാൾ അധികം ഉയർത്തുവാൻ പോകുകയാണ്. അയ്യോ, ആ വിദ്യാഭ്യാസ മേഖലയിൽ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ എൻ്റെ കർത്താവ് ഉയർത്തുകയാ. സ്തോത്രം. ജ്ഞാനമുള്ള, അറിവുള്ള ഒത്തിരി പിള്ളേരെക്കാൾ എൻ്റെ കർത്താവ് ഉയർത്തുകയാ. അവർക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത സ്ഥാനത്തിലേക്ക് നിന്റെ തലമുറകളെ എൻ്റെ ദൈവം ഉയർത്തുക. രാജ്യങ്ങളുടെ വാതിലുകൾ നിന്റെ തലമുറകൾക്ക് മുമ്പിൽ എൻ്റെ ദൈവം തുറന്നു കൊടുക്കുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ദൈവം ഉയർത്തും. ജ്ഞാനവും വിവേകവും ഉണ്ടെന്ന് പറയുന്ന അനേകരെക്കാൾ എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ ഉയർത്തും. അവൻ നിങ്ങളെ ഉയർത്തും. 2, ജ്ഞാനവും അറിവുമുള്ളവരെക്കാൾ ദൈവം ഉയർത്തും. 3, അസൂയക്കാരെക്കാൾ ദൈവം ഉയർത്തും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം യോസേഫിന്റെ ചരിത്രം ആരംഭിക്കുകയാണ്. നോക്കിയേ, യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ പൊട്ടക്കുഴിയിലിട്ടു. നമുക്കൊക്കെ അറിയാം എന്തിനാണ് യോസേഫിന്റെ സഹോദരന്മാർ യോസേഫിനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടത്. അസൂയ കൊണ്ട്. വേറെ എന്താ? അസൂയ തന്നെ. യോസേഫിന് ദൈവം ഒരു സ്വപ്നം നൽകി. ഇവർക്ക് അസൂയയായി. തങ്ങൾക്ക് കിട്ടാത്ത ദർശനം യോസേഫിന് കിട്ടി. ആ ദർശനത്തിനൊത്തവണ്ണം യോസേഫ് വളരുമോ? ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വളരെ വിഷമത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അറിയുന്നവർ, നിങ്ങൾക്കൊപ്പമുള്ളവർ പലപ്പോഴും നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നു. നിങ്ങൾ ഒന്നും ചെയ്തിട്ടല്ല, നിങ്ങൾ അവർക്ക് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അവരുടെ നന്മ മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ. അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടുകാരാകാം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ആരുമാകട്ടെ. നിങ്ങൾ നല്ലത് മാത്രം ചെയ്യുന്നു, പക്ഷെ അവർ നിങ്ങൾക്ക് ശത്രുക്കളായി മാറുന്നു. കാരണം എന്താ? അസൂയ. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകുമെന്ന് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന്റെ പിന്നാലെ വരുവാൻ മടിച്ചു നിൽക്കുന്നവർക്കറിയാം. അവർക്കത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവം നിന്നോട് സംസാരിച്ചത് അവരോട് സംസാരിക്കാത്തത് കൊണ്ട്, നിനക്ക് തരാമെന്ന് പറഞ്ഞത് അവർക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട്, ആ അസൂയ കൊണ്ട് അവർ നിനക്ക് വിരോധികളായി മാറുന്നു. അതെ, യോസേഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ട് കളഞ്ഞതുപോലെ നിന്നെ പൊട്ടക്കുഴിയിൽ ഇട്ട് തകർത്ത് കളയുവാൻ ശ്രമിക്കുന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പൊട്ടക്കുഴി ഒഴുക്കി നിന്നെ അതിനകത്ത് ഇട്ട് കളയുന്നു. അതേ ശുശ്രൂഷക, നീ ആർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുവോ, ആർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നുവോ, ആർക്ക് വേണ്ടി കരയുന്നു, അവർ തന്നെ നിന്റെ മേലുള്ള വാക്തത്വത്തെ തിരിച്ചറിഞ്ഞ് നിന്നെ പൊട്ടക്കുഴിയിലിട്ട് ഇല്ലാതാക്കി കളയുവാൻ പദ്ധതി ഒരുക്കുന്നു. അസൂയ മുഖാന്തരം. അതേ വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം തന്നെ 42-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, അസൂയക്കാരായ യോസേഫിനെ പകച്ചവർ യോസേഫിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീഴുവാൻ തക്കവണ്ണം യോസേഫിനെ ദൈവം ഉയർത്തി. അസൂയക്കാരെക്കാൾ, പകയ്ക്കുന്നവരെക്കാൾ അധികം യോസേഫിനെ ദൈവം ഉയർത്തി. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വിരോധമായി പദ്ധതി ഒരുക്കുന്ന, നിങ്ങളെ തള്ളിക്കളയുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ പകയ്ക്കുന്ന നിങ്ങളുടെ ശത്രുവിനേക്കാൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെന്ന പേരോടുകൂടിയ നിങ്ങളുടെ ശത്രുവിനേക്കാൾ എൻ്റെ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്ന ആ ശത്രുവിനേക്കാൾ, ആ ജോലി സ്ഥലത്തെ ശത്രുവിനേക്കാൾ എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. സഹോദരി, ആ തൊഴിലിടത്തിലെ നിന്റെ ശത്രുവിനേക്കാൾ എൻ്റെ ദൈവം നിന്നെ ഉയർത്തും. അസൂയയോടെ നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കുന്ന, ഇല്ലാത്തത് പറഞ്ഞ് നിന്നെ അപമാനിക്കുന്ന ആ ശത്രുവിനേക്കാൾ സഹോദരി, നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ ദൈവം ഉയർത്തും, നിന്നെ മാനിക്കും. ഒന്ന് നോക്കിയേ, പൊട്ടക്കിണറ്റിൽ ഇട്ട് കളയുമ്പോൾ യോസേഫിന്റെ വസ്ത്രം സഹോദരന്മാരുടെ കയ്യിലാണ്.
അങ്ങനെയല്ലേ? പലതിനകത്തും നിങ്ങളെ തള്ളിയിടുന്നവർ തന്നെ ഫോട്ടോ എടുത്ത് FB പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ടടാ യോസേഫ് നഗ്നനായിട്ടാണ് വിടുന്നത്. അവൻ കുഴപ്പക്കാരനാ അല്ലേ? ആമേൻ. ഇല്ലാ കഥകൾ പറഞ്ഞ് അസൂയയോടെ നിന്റെ കുടുംബത്തെ തകർക്കുവാൻ നിൽക്കുന്നവർ യേശുവിൻ നാമത്തിൽ അവരെക്കാൾ സഹോദരി നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് ഉയർത്തുകയാ. സഹോദര, നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ കർത്താവ് ഉയർത്തുകയാ. മാതാവേ, പിതാവേ, അസൂയക്കാരുടെ മുമ്പിൽ എൻ്റെ ദൈവം നിന്റെ തലമുറകളെ ഉയർത്തുകയാ. സ്തോത്രം. അസൂയക്കാരുടെ മുമ്പിൽ എൻ്റെ ദൈവം നിന്നെ ഉയർത്തുകയാ. ആമേൻ. ആ ബിസിനസ്സിനെ എൻ്റെ ദൈവം ഉയർത്തുകയാ. പകയ്ക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തുന്ന, അസൂയക്കാരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തുന്ന ദൈവം. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്കൽ ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്ന ആൾ നിങ്ങൾക്കറിയാം. ദക്ഷിണ കൊറിയയിലെ യോങ്കി ചോ. 8 ലക്ഷത്തിലധികം പേർ ഒരു കൂടിവരവിൽ തന്നെ കടന്നു വരുന്ന സഭയിലെ പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ തന്റെ ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അന്ന് ആ കാലഘട്ടത്തിൽ താൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന തന്റെ ചെറുപ്പത്തിൽ താൻ ഒരു സഭയിൽ കടന്നുപോയാൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങും. തൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം സഭയ്ക്കകത്തിരിക്കുന്നവരെല്ലാം സമയം നോക്കാതെ ആരാധിക്കുവാൻ തുടങ്ങും, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങും, അന്യഭാഷയിൽ ആരാധിക്കും, പ്രവചിക്കുവാനായി തുടങ്ങും, ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ തുടങ്ങും. അന്ന് ആ കാലഘട്ടത്തിൽ ആരാധന ക്രമങ്ങൾ മാത്രം അനുഷ്ഠിച്ചിരുന്ന സഭകൾക്ക് ഇത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. 2 മണിക്കൂർ കൊണ്ടും 1.5 മണിക്കൂർ കൊണ്ടും ആരാധന തീർക്കുന്ന ആ സഭകൾക്ക് അത് അംഗീകരിക്കുവാനേ കഴിഞ്ഞില്ല. യോങ്കിച്ചോ എവിടെയുണ്ടോ അവിടെ സമയം പോകുന്നത് ജനം അറിയുന്നില്ല. ജനം ആത്മാവിലാകുന്നു, ആരാധിക്കുന്നു, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. എന്ത് സംഭവിച്ചു? സഭകളെല്ലാം ചേർന്ന് തീരുമാനമെടുത്ത് സഭകളിൽ നിന്ന് യോങ്കിച്ചോവിനെ പുറത്താക്കി. യോങ്കിച്ചോ എന്ത് ചെയ്തു? തെരുവിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായി തുടങ്ങി. ജനമൊക്കെ വാഹനങ്ങൾ നിരത്തുകളിൽ നിർത്തിയിട്ടിട്ട് യോങ്കിച്ചോവിന്റെ അടുക്കൽ വന്ന് വചനം കേട്ട് ആത്മാവിലായി ആരാധിക്കുവാൻ തുടങ്ങി. റോഡുകൾ ബ്ലോക്ക് ആകുന്നത് നിത്യ സംഭവമായി മാറി. സഭ മിണ്ടാതിരുന്നില്ല. തെരുക്കോണുകളിൽ നിന്ന് പോലും പ്രസംഗിക്കുവാൻ കഴിയാത്ത വിധത്തിൽ യോങ്കിച്ചോവിനെ അവിടെ നിന്ന് അകറ്റിക്കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ആ യോങ്കിച്ചോവിന്റെ സഭയിലെ മെമ്പർമാരാണ് ഞങ്ങൾ യോങ്കിച്ചോവിന്റെ സഭയ്ക്കൊപ്പമുള്ളവരാണെന്ന് പറയുവാൻ വേണ്ടി ദക്ഷിണ കൊറിയയിലെ സഭകളെല്ലാം മത്സരിക്കുന്ന ഒരു കാലമുണ്ടായി. ചില വർഷങ്ങൾ കൊണ്ട് 8 ലക്ഷം പേരെ അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് സന്തതിയെ ഉൽപ്പാദിപ്പിച്ച് നൽകിയതുപോലെ ദൈവം ജനിപ്പിച്ച് നൽകിയതല്ല, മറിച്ച് യോങ്കിച്ചോവിന്റെ സഭയിലേക്ക് ആ ദക്ഷിണ കൊറിയയിലുള്ള സഭകളെല്ലാം വന്നു ചേരുവാനായി തുടങ്ങി. അവർക്ക് വേറെ വേറെ ആരാധനകളുണ്ട്. എങ്കിലും ഞായറാഴ്ചയിൽ അവർക്കൊരു പാസ്റ്റർ മാത്രമേ ഉള്ളൂ. അത് യോങ്കിച്ചോവാണ്. യോങ്കിച്ചോവിൻ്റെതാണ് സഭ. ഒരേ ഒരു സഭ. എല്ലാവരും അവിടെ ആരാധിക്കുവാനായി തുടങ്ങി. അസൂയക്കാരെല്ലാം യോങ്കിച്ചോവിൻ്റെ സഭയുടെ ആൾക്കാരാണെന്ന് പറയുവാൻ മത്സരിക്കുന്ന കാഴ്ച ലോകം പിന്നത്തേതിൽ കണ്ടു. അതേ, എവിടെ അസൂയക്കാരാൽ നീ ഒഴിവാക്കപ്പെടുന്നുവോ, എവിടെ അസൂയക്കാർ നിന്നെ തള്ളിക്കളയുന്നുവോ, അവിടെ ശുശ്രൂഷക നിന്റെ ശുശ്രൂഷ വളരുവാൻ പോകുക. അസൂയക്കാർ നിന്റെ പേരിൽ അറിയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അസൂയക്കാരുടെ മുമ്പിൽ, നിങ്ങളെ പകയ്ക്കുന്നവരുടെ മുമ്പിൽ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ, നിങ്ങളെ ആട്ടിക്കളയുന്നവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തുന്ന ദൈവം, ഏറ്റവും നിങ്ങളെ ഉയർത്തുന്ന ദൈവം, ആ ദൈവത്തിനൊപ്പം നിങ്ങളായിരിക്കുന്നു. ആ ഉയർപ്പ് അനുഭവിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുവാനിടയായി തീർന്നിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രിയ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ കരുതലുമാണ്. അതുപോലെ ഈ പ്രോഗ്രാം ഒത്തിരി പേരിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതിനായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ആ പൊട്ടക്കുഴിയുടെ കാരാഗ്രഹത്തിൻ്റെ ഓർക്കേണ്ടവർ മറന്നു കളഞ്ഞ അനുഭവത്തിൽ, അസൂയയോടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ഒഴിവാക്കി കളഞ്ഞ അനുഭവത്തിൽ, പല നിലകളിൽ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവർ മാറ്റി നിർത്തിയ വേദനപ്പെടുത്തുന്ന അതേ അനുഭവത്തിൽ തന്നെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ മടിക്കാതെ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ യോസേഫായി നിങ്ങളെ കർത്താവ് മാറ്റും, അവൻ ഉയർത്തും. വസ്ത്രമൂരിക്കളഞ്ഞ് ഓടിച്ചവർ ചാക്കും ചുമന്ന് അവൻ്റെ അടുക്കൽ വന്നതുപോലെ ചാക്കും ചുമന്ന് നിങ്ങളിൽ നിന്ന് പലതും വാങ്ങുവാനായി നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞവർ, പകച്ചവർ നിങ്ങളുടെ അടുക്കൽ വരും. അത് ഞങ്ങൾ കാണും. അപ്പോൾ കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല സമയം രോഗികളായി അടിയനെ കേൾക്കുന്നവരെ അകടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ രോഗങ്ങൾ വിട്ടുമാറട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം വിടുതലായി ചലിക്കട്ടെ. വേഗത്തിലോടുന്ന വചനം അയച്ച് ഈ ജനത്തെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. സകല രോഗബന്ധനങ്ങൾ വഴിഞ്ഞു മാറട്ടെ.
രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ യേശുവിൻ നാമത്തിൽ പുനർനിർമ്മിക്കപ്പെടട്ടെ. ആഭിചാര ബന്ധനങ്ങളാൽ രോഗികളായി തീർന്നവർ ഇപ്പോൾ ആ കെട്ട് പൊട്ടട്ടെ. ആഭിചാര കെട്ടുകൾ പൊട്ടിമാറട്ടെ. തീങ്കൽ മെഴുക് ഉരുകി മാറുന്നത് പോലെ ശരീരത്തിലെ മുഴകൾ ഉരുകി മാറട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. തൊഴിൽ സംബന്ധമായുള്ള സകല പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. ജോലികൾ ലഭിക്കട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ടെസ്റ്റുകൾ എഴുതി ജോലികൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ ജോലികളിൽ പ്രവേശിക്കട്ടെ. സ്ഥിര വരുമാനമുള്ള ജോലികൾ ലഭിക്കട്ടെ. വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായ പ്രതികൂലങ്ങൾ മാറട്ടെ. ജോലിക്ക് പോകുവാൻ കഴിയാതെ വണ്ണം രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ ഇവർ പുറത്തു വരട്ടെ. താങ്ക് ഗോഡ്. കടഭാരങ്ങൾ മാറട്ടെ. പലിശ കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. മരണം മാത്രം മുൻപിൽ കണ്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ സ്തോത്രം. കടഭാരങ്ങൾ വിട്ടുമാറിയ കൃപയ്ക്കായി, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇവരുടെ കരങ്ങളിൽ നന്മയുണ്ടാകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. സകല തകർച്ചകളും പണിതുയർത്തപ്പെടട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി ജീവിതം, വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസത്തെ തകർത്ത് കളയുന്ന വെല്ലുവിളികൾ മാറട്ടെ. അസൂയക്കാരുടെ മധ്യത്തിൽ തലമുറകൾ മാനിക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. സ്തോത്രം. ഭവനങ്ങൾ പണിയട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ലോണുകൾ ശരിയാകട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ സകല കച്ചവടങ്ങളും സ്തോത്രം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളിപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും. അതുവരേക്കും ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.